ആദ്യം ഞാനൊന്ന് ഹിപ്നോട്ടിസ് ചെയ്യുമ്പോഴാണ് എന്നെ മറന്നേക്ക്. ഫ്രണ്ടിൽ ഇരിക്കുന്നത് ടിനി ടോമാണ്. ടിനി ടോം ദഫേദാർ എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം ചെയ്തു എന്നുള്ള മറന്നേക്ക്. കാരണം പല രൂപത്തിൽ ഞാൻ വരാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരാളായിട്ടാണ്. അപ്പോൾ മാളു എന്ന് വിളിക്കാം, മാളവിക നായർ എന്ന് അറിയപ്പെടുന്നു. 2 സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ള, ആദ്യം തന്നെ കസേര കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ ബാല താരം എന്നുള്ളതൊക്കെ മറന്ന്, അതായത് കുട്ടികളെയൊക്കെ കഴിഞ്ഞിട്ട് വളരെ സീരിയസ് ആയിട്ടൊരു, മറ്റേത് സീരിയസ് അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, മറ്റേത് തമാശ കളിച്ച് നടക്കുന്ന ഒരു പ്രായത്തിലായിരുന്നു. ഇപ്പോഴും വലിയ പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും കുറച്ച് സീരിയസ് ആവേണ്ട ഒരു വേഷത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ദഫേദാർ എന്ന് പറയുന്ന ചിത്രത്തിൽ നായിക തന്നെയാണ്, കേന്ദ്ര കഥാപാത്രമാണ്. അപ്പോൾ ഒരുപാട് ചെറിയ യാത്രകളാണ്, ഒരു യാത്ര കഴിഞ്ഞിട്ടാണ് എത്തിയിരിക്കുന്നത് മലയാള സിനിമയിൽ ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു കഥാപാത്രത്തിലൂടെ നായികയായിട്ട് മലയാള സിനിമയുടെ, അതായത് വാതിൽ കടന്ന് അകത്തേക്ക് കയറാമെന്ന് തീരുമാനിച്ചത്? ഓക്കെ, ദഫേദാറിൽ എനിക്കിഷ്ടപ്പെട്ടത് എന്താ, അമല എന്ന് പറയുന്ന ആ ക്യാരക്ടറിൽ എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രമാണ്. ഇതുവരെ തന്നെ എപ്പോഴും ഒരു ബ്ലാക്ക് മേക്കപ്പ് അല്ലെങ്കിൽ ഒരു പാവം എപ്പോഴും കരയുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ, തീർച്ചയായിട്ടും ദഫേദാറിൽ അമല എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര എനർജറ്റിക്, ഭയങ്കര ബബ്ലി ഗേളാണ്. അപ്പം ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. അപ്പം ആദ്യം ഇതിൽ ജോൺസൺ എസ്തപ്പൻ മാഷ് എന്നോട് കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ഡേ ഷൂട്ട് തുടങ്ങുന്ന ഫസ്റ്റ് ഷോട്ട് വരെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, കാരണം ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. അപ്പോൾ അമല ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക്, കാരണം ഞാനത് നന്നായി ചെയ്യാൻ പറ്റിയെന്ന് തന്നെ വിചാരിക്കുന്നു. പക്ഷേ കറുപ്പിനാണ് അഴകുള്ളതെന്ന് മനസ്സിലായില്ലേ? 2 അവാർഡ് കിട്ടാൻ കാരണം കറുപ്പിന് തന്നെയായിരുന്നു. അതെ, കറുത്ത പക്ഷികൾ നമുക്ക് പാടുമ്പോൾ. അപ്പൊ ഇതിൽ ഈ ക്യാരക്ടറിലേക്ക് അമലയിലേക്ക് വരുമ്പോഴേക്കും മറ്റു കുട്ടികളായിരുന്നു. ഇതിലും എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഒരു കുസൃതി ഉണ്ടെങ്കിലും രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് തോന്നുന്നു, 2 ഫേസ് ഉണ്ട് ഈ ക്യാരക്ടറിന്. അമലയ്ക്ക് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ചൈൽഡിഷ് ആണ്, ബട്ട് അറ്റ് എ ടൈം ഭയങ്കര ഒരു പവർഫുൾ സീരിയസ് ക്യാരക്ടറാണ്. ആ ഒരു പൊട്ടൻഷ്യൽ കാണിക്കാൻ പറ്റും എന്ന് വിശ്വാസമുണ്ട്. അതെനിക്ക് ആദ്യം തുടങ്ങുന്നവരെ ഉണ്ടായിരുന്നില്ല, പക്ഷെ മാഷിന്റെ സപ്പോർട്ട് വളരെ അധികം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ സിനിമയിൽ മാത്രമാണ് കേസെടുക്കാത്ത ഒരു വിഭാഗം, അതായത് ബാലപീഡനം എന്ന് പറയുന്നത്. ബാക്കി ഇപ്പോൾ ഹോട്ടലിൽ ഒരു കുട്ടി നിർത്തി സപ്ലൈ ചെയ്യിപ്പിച്ചാൽ, അല്ലെങ്കിൽ വേറെ ഏത് തൊഴിലാണെങ്കിലും, പക്ഷേ ഈ ബാലതാരമായിട്ട് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ കമൽ സാറൊക്കെ ഇപ്പോൾ ജയിലിലായിരുന്നു തന്നെ ആ ഒരു പ്രായത്തിൽ. പക്ഷേ അതിന് കിട്ടിയ ഒരു പുരസ്കാരം എന്ന് പറയുന്ന ഒരു സമ്മാനമാണ് കിട്ടുന്നത്, ജയിലല്ല കിട്ടിയത്. കാരണം ഇപ്പോഴും ആൾക്കാർ പുറത്തു പോകുമ്പോൾ മല്ലി എന്ന് പറഞ്ഞറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. കാരണം കറുത്ത പക്ഷിൽ ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും ആൾക്കാർ ആ കഥാപാത്രത്തെ ആലോചിക്കുന്നു, ഓർക്കുന്നു എന്ന് പറയുന്നത് അത് ഏത് അവാർഡിനെക്കാട്ടും ഉപരിയാണ്. ആ സ്നേഹം തന്നെയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് അതിന് അത്രയും വില കൽപ്പിച്ചിട്ടുണ്ടാവില്ലല്ലോ ഇപ്പോഴായിരിക്കും. കാരണം അന്ന് അതിനെ പറ്റി ആലോചിക്കാനുള്ള ഒരു എന്താ പറയാ, ഒരു ബുദ്ധിയും ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചതിന് ശേഷമാണ് പല താരങ്ങളും ഇതിലേക്ക് എത്തിച്ചേരുന്നത്, ഒരു പുരസ്കാര ജേതാവായി മാറുന്നത്. ഇപ്പൊ അതിന്റെ വില മനസ്സിലായി. ഓക്കെ, ഇനി എൻ്റെ അടുത്ത് ഇത്രയും നേരം ചോദിച്ചു, ഇതിലിപ്പോൾ ഞാനാണ് ശരിക്കും ചോദിക്കേണ്ടത് ടിനി ചേട്ടനോട്. കാരണം ടിനി ചേട്ടൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറയാ, ഇതുവരെ ചെയ്തിരുന്ന കഥാപാത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ടിനി ചേട്ടൻ വരുമ്പോൾ എല്ലാവർക്കും ഒരു ചിരിയാണ് മനസ്സിൽ വരാം. കാരണം ടിനി ചേട്ടൻ അങ്ങനെ ഒരു ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിരുന്നത്. തീർച്ചയായും സ്പിരിറ്റിലൊക്കെ ഭയങ്കര സീരിയസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതെ, എല്ലാവർക്കും ഒരു സന്തോഷമാണ് ടിനി ചേട്ടനെ കാണും. പക്ഷെ ദഫേദാർ ശരിക്കും ഒരു ചാലഞ്ചിങ് റോൾ തന്നെയായിരിക്കും തീർച്ചയായിട്ടും. എന്താണ് ദഫേദാർ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ എങ്ങനെ ഈ റോൾ എത്ര സ്പെഷ്യലാണ്? ഒന്ന്, ചിരി എന്ന് പറഞ്ഞ ലോകത്ത് ആകെ ചിരിക്കാൻ കഴിയുന്ന ഒരു ജീവി മനുഷ്യനാണ്. ചിരിപ്പിക്കുക എന്നുള്ളത് പുണ്യമാണ്, ചിരിക്കാൻ കഴിയുക എന്നുള്ളത് പുണ്യമാണ്. ഞാൻ ആകെ ഒരു ദ്രോഹേ ജനങ്ങളോട് ചെയ്തിട്ടുള്ളൂ, ചിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നാലും വളരെയധികം പൊട്ടിച്ചിരിപ്പിച്ചിട്ടൊന്നുമില്ല. അത്രയും കഴിവും എനിക്കില്ല ശരിക്കും, ആ ഒരു രൂപമല്ല എൻ്റെ. പലരും പറഞ്ഞിട്ടുണ്ട് ഇയാൾ ചെയ്യുന്ന തൊഴിൽ കോമഡിയും, രൂപം ഒരു വില്ലൻ്റെ രൂപം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഭയങ്കര ടഫായിട്ടുള്ള രൂപം. അപ്പോൾ അത് ഞാൻ പ്രൂവ് ചെയ്തൊരു ഏരിയയാണ്, ചിരിപ്പിച്ച്. പിന്നീട് ഇന്ത്യൻ റുപ്പിയിൽ ഒരു സീൻ വന്നിട്ടുണ്ടായിരുന്നു, അതായത് പൃഥ്വിരാജ് ജയിലിലേക്ക് പോകാൻ പോകണം, പക്ഷേ ഏതാലാക്കിലേക്കാളും ഞാനും ഉണ്ടോ കൂടെ എന്ന് പറഞ്ഞൊരു ഒരു ഡയലോഗുള്ളൂ. ആ സിനിമയ്ക്ക് ത്രൂ ഔട്ട് കണ്ടിട്ട് പല ഡയറക്ടർ സംവിധായകരും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് അത് വളരെ ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക ചേച്ചിയും വിളിച്ചിട്ട് പറഞ്ഞത് അത് കണ്ടപ്പോൾ എനിക്ക് കണ്ണു പറഞ്ഞു എന്ന് പറഞ്ഞു. ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞാൽ ഇവർ കൂടപ്പിറപ്പുകളാണ്. അവര് ഇന്ദ്രൻ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു. ഇവർ ഒരുമിച്ച് കുറെ പടം ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്കൊരു ദേശീയ അവാർഡ് കിട്ടുന്നതിന് തുല്യമായിട്ടാണ് തോന്നിയത്. അപ്പം നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇമോഷൻസ്, അതുപോലെ വൈകാരികമായുള്ള, അതാണ് ഒരു കലാകാരനെ യഥാർത്ഥത്തിൽ ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. ചിരിപ്പിക്കുന്നത്
കഴിവ് കുറവല്ല, ചിരിപ്പിക്കുക എന്നാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്യപ്പെടുന്നത് അങ്ങനെ ഒരു കഥാപാത്രം വന്ന് എത്തിയത് ഇപ്പോഴാണ്. അപ്പോൾ ദഫേദാർ ഒരിക്കലും എനിക്ക് വിധിക്കപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നില്ല, മണിച്ചേട്ടൻ ചെയ്യേണ്ടതായിരുന്നു. കലാഭവൻ മണി എന്ന അതുല്യനായ നടൻ്റെ സ്വപ്നമായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഇപ്പോഴും യൂട്യൂബിലിട്ടാൽ അതിൻ്റെ പൂജയുടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞതാണ്. അപ്പം അദ്ദേഹം സ്വപ്നതുല്യമായിട്ട്, അതായത് തിരിച്ചുവരവ്, അദ്ദേഹം ഒരു ഗ്യാപ്പ് വന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തിരിച്ചുവരവ്, കരുമാടിക്കുട്ടൻ, വാസന്തി ലക്ഷ്മിയും, അതൊക്കെ മണിക്ക് തല്ലുകൊണ്ട കഥാപാത്രങ്ങൾ. അതെഴുതിയത് ഈ ജോൺസൺ എസ്റ്റപ്പാൻ മാഷാണ്. മണിയെ മണിയാക്കിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം സ്വപ്നതുല്യമായിട്ട് 5 വർഷമായിട്ട് കൊണ്ടു നടന്ന ഒരു പ്രോജക്റ്റാണ്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയത്, നടക്കേണ്ട സമയത്ത് മണിച്ചേട്ടൻ നമ്മൾ വിട്ടുപോവുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവായിരിക്കും ഇത്രയും ഫാസ്റ്റ് ആക്കിയത്. മരിച്ചതിന് ശേഷം ഒരു 5-6 മാസമായിട്ടുള്ളൂ. ഇത്രയും നാൾക്കുള്ളിൽ ഒരു സിനിമ ഉണ്ടാവുകയും പ്രൊഡ്യൂസർ ജിക്സൺ, ജിനു എന്ന 2 പ്രൊഡ്യൂസർ കാവൽമാലാകമാരെ പോലെ വരികയും ഇത് പെട്ടെന്ന് പ്രാവർത്തികമാകുകയും ഇത്രയും പെട്ടെന്ന് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഞാനൊരു 63-70 പടത്തിലോളം എത്തിയിട്ടുണ്ട്. വേഷങ്ങൾ, ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്ത്. അത് 1 വർഷം മുമ്പ് പ്ലാൻ ചെയ്ത് തുടങ്ങുന്ന സിനിമകളാണ് യാഥാർത്ഥ്യമാവുന്നത്. ഇത് വെറും 6 മാസം കൊണ്ട്, ഒരു കുഞ്ഞ് ജനിക്കാൻ തന്നെ 9 മാസം വേണം. പക്ഷേ സിനിമയ്ക്ക് അതിനേക്കാൾ കഷ്ടപ്പാടാണ്. പക്ഷെ ഇത് 6 മാസം കൊണ്ട് ഇത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. ഇതിൻ്റെ കൺട്രോളർ ശശി പൊതുവാള. പക്ഷെ ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്, ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാവർക്കും തോന്നുന്നത്, മാളുവിന് ഉൾപ്പെടെ അങ്ങനെ ആയിരിക്കും, ദൈവമാണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. കൺട്രോളർ ദൈവമാണ്. ആദ്യത്തെ സിനിമയായിരിക്കും ദൈവം കൺട്രോളറായിട്ട് വരുന്നത്. കാരണം അങ്ങനെ കുറെ ഇൻസിഡൻസ് നമ്മുടെ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഫൈറ്റ് സീക്വൻസ് ഒക്കെ എടുക്കുമ്പോൾ ജൂൺ മാസത്തിലാണ് നമ്മുടെ ഷൂട്ടിംഗ്, ഏകദേശം ജൂൺ ജൂലൈ. ആ മഴ ഒന്നും പെയ്യാണ്ട് എല്ലാം ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇപ്പൊ തന്നെ നമ്മള് കുറെ പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടിരുന്നു മണിച്ചേട്ടനെ വെച്ചിട്ടുള്ള ചെയ്തിട്ടുണ്ട്. ഇത് ഫോട്ടോഷൂട്ട് മാത്രമാണോ അതോ നമ്മൾ തുടങ്ങിയായിരുന്നു പിക്ചർ? എനിക്ക് ഫോട്ടോഷൂട്ട് മാത്രമാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് വീഡിയോസ് അതിന്റെ ഉണ്ടെന്നുള്ളൂ, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, പൂജ വീഡിയോസ് ഉണ്ട്. അത് കാണുമ്പോൾ ഞാനിങ്ങനെ മണിച്ചേട്ടൻ പറയണം, ഞാനിത് ചെയ്യാൻ പോവാണ്, ഇത് എനിക്ക് വലിയ മാർക്കറ്റില്ല, പക്ഷേ ചാലക്കുടിയിൽ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് എനിക്കറിയാം, അത് അവിടുത്തെ ചന്ത തന്നെയാണ്, ഞാൻ ചാലക്കുടിയിൽ മാർക്കറ്റുള്ള. അത് ഈ പറയണത് കേൾക്കുമ്പോൾ നമുക്ക് പോലും കണ്ണറിയും, പുള്ളി ഇത്രയും ചെയ്യാൻ വേണ്ടി. പക്ഷേ അത് സിനിമയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, മണിച്ചേട്ടൻ കഴിഞ്ഞതിന് ശേഷം, മണിച്ചേട്ടൻ ഇല്ലാണ്ടായ ശേഷം പിന്നെ മാഷ്ക്ക് വേറെ ആരെങ്കിലും അങ്ങനെ മനസ്സിൽ ഈ ക്യാരക്ടർ ചെയ്യാനുണ്ടായിരുന്നോ? മാഷിന് വലിയ സ്വപ്നങ്ങൾ ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെയൊക്കെ മതി എന്നുള്ളതാണ്. ഇപ്പം മണിച്ചേട്ടനെ വെച്ച് അദ്ദേഹം കഥകള്, അദ്ദേഹം ജീവിതം മണിച്ചേട്ടന് വേണ്ടി ഓമിച്ചിട്ടുള്ള ഒരാളാണ്. വാസന്തി ലക്ഷ്മിയും എന്ന ചിത്രമാണ് മണിച്ചേട്ടനാക്കിയത്. ദേശീയ തലത്തിൽ വരെ അംഗീകാരം കിട്ടി. കരുമാടിക്കുട്ടൻ, ആകാശത്തെ. അപ്പം മണിച്ചേട്ടനാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. ഇപ്പൊ ഈ സിനിമ, ഈ കഥ എന്നെ മുന്നിലിരുന്ന് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മലയാളത്തിലെ ഓരോ സ്റ്റാറുകൾ ഇങ്ങനെ മനസ്സിൽ പോവാണ്. കഥ കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോയത്. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നു ചില ആൾക്കാർ, പക്ഷെ അതിപ്പോ ഞാൻ പറയാനില്ല. ഞാൻ അത് അവരെ ഡീഗ്രേഡ് ചെയ്യുന്നത് ശരിയല്ല. എന്നിട്ട് അവർ ചെയ്ത കഥാപാത്രം ടിനി ടോം എടുത്ത് ചെയ്തോ, അതിനുള്ള കഴിവിനുണ്ടോ എന്നുള്ളത് നമ്മുടെ ആൾക്കാർ ചോദിക്കും. അപ്പൊ അതിനാ നല്ലത് പറയുന്നില്ല. അപ്പോൾ ഓരോരുത്തരത്ത് എത്തിക്കാന്ന് പറഞ്ഞപ്പോഴും മാഷ എന്നെ ഇങ്ങനെ അടിമുടി നോക്കിയിട്ട് ഈ സന്തോഷം പറഞ്ഞു, ഇതിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു 65 ഒരു ഞെട്ടലുമില്ല, എന്നെ കൊണ്ട് നടക്കില്ല എന്നുള്ളത്. ഞാൻ പൊട്ടന് ബിസ്ക്കറ്റ് കിട്ടിയ പോലെ ഇരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ഞാനിതെങ്ങനെയാണ് 65 വയസ്സുള്ള ക്യാരക്ടർ, അതും വോയിസ് മോഡുലേഷൻ ആവശ്യമാണ്, രൂപത്തിൽ മാറണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു തൂക്കമൊക്കെ നമുക്കൊന്ന് കുറയ്ക്കേണ്ടി വരും, എന്നാലിട്ട് എനിക്ക്. ഞാൻ പറഞ്ഞു 25% പോലും എനിക്ക് കോൺഫിഡൻസ് ഇല്ല. മാഷ് പറഞ്ഞ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എനിക്കിതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാനും ഓക്കെയാണ്. എനിക്കൊന്നിനും പേടിയില്ല, കാരണം ഒന്നും എനിക്കറിയില്ല. ഇപ്പം മലയുടെ മുകളിൽ കയറാൻ പറഞ്ഞാൽ ഞാൻ കയറിയിട്ടുണ്ട്, പക്ഷേ ഇറങ്ങാൻ സാധിച്ചിട്ടില്ല എൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട്. കാരണം മൗണ്ടനിയറിങ് എനിക്കറിയില്ല, ട്രക്കിങ് അറിയില്ല, പക്ഷെ കയറാൻ പറ്റും, ഞാൻ കയറുന്നില്ല. പക്ഷെ ഞാൻ പിടിച്ചിറങ്ങി. അപ്പം എല്ലാം ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒന്നിൻ്റെ മാസ്റ്റർ അല്ല, ഞാൻ എവിടെ നിന്നോ വന്ന ഒരാളാണ്. അപ്പോൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് പോലും എനിക്കറിയില്ല. ഈ കസേരയിൽ ഇപ്പോൾ ഇരിക്കുമ്പോഴും എനിക്ക് സംശയമാണ്, ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയില്ല. കാരണം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കില്ല. ഒരു സ്റ്റാർ ഫാമിലി അല്ല, എൻ്റെ സാധാരണ കുടുംബമാണ്. ഞാൻ കലയെ ഇഷ്ടപ്പെട്ടിരുന്നു, കലയ്ക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, കലയ്ക്ക് വേണ്ടി പട്ടിണി കിടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിൻസിയറിറ്റി ആയിരിക്കും എന്നെ ഇവിടെ എത്തിച്ചത്.